വെൽക്കം. തൈമോനാണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജി റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ നമ്മുടെ 5ാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ. ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ പ്രോസും പറയണം. അതായത് നമ്മൾ 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, ഫസ്റ്റ് തിങ്, ലങ്സിലേക്ക്, ടു ദ ലങ്സ് ഓർ ലങ്സ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആൽവിയോളയിലേക്ക് എയർ എങ്ങനെ എത്തുന്നു എന്ന കാര്യം പറയണം. ഇത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പൾമോണറി വെന്റിലേഷൻ എന്ന വാക്കാണ്. പൾമോണറി വെന്റിലേഷൻ, അതിനെപ്പറ്റി നമ്മൾ പറയണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. സോ ഇതാണ് ആദ്യ ഭാഗം ഫിസിയോളജി ഓഫ് റെസ്പിറേഷന്റെ. 2ാമത്തെ കാര്യം, എയർ ലങ്സിലെത്തി, ഇനി ലങ്സും ബ്ലഡുമായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം. സോ 2ാമത്തെ കാര്യം ഈസ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഈ ഗ്യാസ് എക്സ്ചേഞ്ച് 2 സ്ഥലങ്ങളിൽ നടക്കും. ഒന്ന് ആൽവിയോളയിൽ നടക്കും. ആൽവിയോളൈ ആൻഡ് ദ ബ്ലഡ് കാപ്പിലറി, ആൽവിയോളയുടെ അടുത്തുള്ള ബ്ലഡ് കാപ്പിലറി തമ്മിൽ നടക്കും. 2ാമത്തെ നടക്കുന്നത് ബ്ലഡ് കാപ്പിലറിയും മറ്റ് സെല്ലുകളും തമ്മിൽ നടക്കും. സോ ഇവിടെ നടക്കുന്നത് എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആണ്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ഇവിടെ നടക്കുന്നത് ഇന്റേണൽ റെസ്പിറേഷൻ ആണ്. സോ ബ്ലഡും അതർ ടിഷ്യൂസും തമ്മിൽ നടക്കുന്നത് ഇന്റേണൽ റെസ്പിറേഷൻ, എക്സ്റ്റേണൽ റെസ്പിറേഷൻ. സോ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഒന്ന് പൾമോണറി വെന്റിലേഷൻ എഴുതണം, 2 ഗ്യാസ് എക്സ്ചേഞ്ച് എഴുതണം. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോസസ് പൾമോണറി വെന്റിലേഷൻ. പൾമോണറി വെന്റിലേഷനെ കുറിച്ചിട്ട് സംസാരിക്കാം. പൾമോണറി വെന്റിലേഷൻ തന്നെ 2 പ്രോസസ് ഉണ്ട്. പൾമോണറി വെന്റിലേഷനെ നമുക്ക് ബ്രീത്തിങ് എന്ന് വിളിക്കാം. ബ്രീത്തിങ്ങിലെ 2 ഇവന്റ്സ് ഓർ 2 പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ടത്. 1, ആദ്യത്തേത് ഇൻഹലേഷൻ ആണ്. ഇൻഹലേഷൻ. 2ാമത്തത് എക്സ്ഹലേഷൻ. ഇൻഹലേഷനും ഉണ്ട്, എക്സ്ഹലേഷനും ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പിറേഷൻ. എക്സ്ഹലേഷൻ ഓർ എക്സ്പിറേഷൻ. ഇൻഹലേഷൻ ഓർ ഇൻസ്പിറേഷൻ എന്നും പറയാം. ഇൻസ്പിറേഷൻ രണ്ടും സെയിം ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ബ്രീത്തിങ് ഇൻ. ബ്രീത്തിങ് ഇൻ ആണ് ഇൻഹലേഷൻ, ബ്രീത്തിങ് ഔട്ട് ആണ് എക്സ്ഹലേഷൻ. ശ്വാസം വിടലും ശ്വാസം അകത്തേക്ക് എടുക്കും. സോ നമുക്ക് ഈ 2 കാര്യങ്ങളെയും കുറിച്ച് പറയണം, എങ്കിലാണ് പൾമോണറി വെന്റിലേഷൻ പൂർത്തിയാകത്തുള്ളൂ. സോ പൾമോണറി വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിനകത്തേക്ക്, ഇപ്പോൾ ഇത് ലങ്സ് ആണെങ്കിൽ ഇത് ലങ്സ് ആണെന്ന് വിചാരിക്കുക, ലങ്സിനകത്തേക്ക് ഇവിടെ എയർ എത്തുക, ലങ്സിനകത്തുള്ള ആൽവിയോളയിലേക്ക് എയർ എത്തുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. സോ വെന്റിലേഷൻ എന്ന് വെച്ചാൽ അതാണ്. സോ ഇറ്റ്സ് എയർ ഫ്ലോ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ആൽവിയോള. ഇത് അറ്റ്മോസ്ഫിയർ, ഇത് ആൽവിയോള തമ്മിലുള്ള എയർ എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എയർ ഫ്ലോ ആണ്. എയർ ഫ്ലോ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ആൽവിയോളൈ ഓഫ് ലങ്സ്. സോ ലങ്സിന് 2 ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. 1 ഈസ് കണ്ടക്ടിങ് സോൺ, ബ്രോങ്കിയോൾസ്, അതുവരെ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ കണ്ടക്ടിങ് സോൺ ആണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആണ് റെസ്പിറേറ്ററി ഏരിയ തുടങ്ങും. സോ റെസ്പിറേറ്ററി സോണിലേക്ക് എയർ എത്തി, അത് ആൽവിയോളയുമായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. സോ ഇവിടേക്ക് എയർ എത്തുന്നത് എങ്ങനെ, ഇതാണ് നമ്മൾ പൾമോണറി വെന്റിലേഷനിൽ പറയാ. എയർ എത്തുന്നത് എങ്ങനെ, എയർ പുറത്തേക്ക് പോകും. സോ ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു സ്ഥലത്ത് നിന്ന് എയർ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോകണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ നിന്ന് എന്ന് ബിയിലേക്ക് എയർ ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. സോ എയർ ലങ്സിനകത്തേക്ക് കിടക്കണമെങ്കിൽ ലങ്സിന്റെ ഉൾഭാഗത്ത് അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ ഇവിടെ കുറവായിരിക്കണം. ഇവിടെ കുറവാണെങ്കിലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എയർ പോയി. അതേപോലെ തിരിച്ചു പോകണമെങ്കിൽ എയറിന്റെ പ്രഷർ ഇവിടെ കൂടുകയും വേണം. സോ ദർ മസ്റ്റ് ബി ആൻ ഓൾട്ടർനേറ്റിംഗ് പ്രഷർ ഡിഫറൻസ്, അല്ലെ, അകത്തേക്ക് കാരണം പുറത്തേക്ക് പോകണം. സോ ഓൾട്ടർനേറ്റിംഗ് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. സോ ഇത് സാധ്യമാക്കാൻ നമുക്ക് ചില മസിലുകളുടെ സഹായം ആവശ്യമാണ്. സോ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ലങ്സിലെ പ്രഷർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. സോ ഈ മസിലുകളെ നമുക്ക് മസിൽസ് ഓഫ് റെസ്പിറേഷൻ എന്ന് വിളിക്കാം. സോ മസിൽസ് ഓഫ് റെസ്പിറേഷൻ. സോ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഈസ് ബൈ some muscles for respiration. നമുക്കപ്പോൾ ആദ്യം ഇൻഹലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് വി വിൽ ടോക്ക് അബൌട്ട് ഇൻഹലേഷൻ. ഇൻഹലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സോ ഇൻഹലേഷൻ ഈസ് ബ്രീത്തിങ് ഇൻ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രീത്തിങ് ഇൻ, അതിന് നമ്മൾ ഇൻസ്പിറേഷൻ എന്നും പറയുന്നു പറഞ്ഞു. സോ അറ്റ് റെസ്റ്റ്, വെറുതെ ഇരിക്കുന്ന സമയത്ത് ദ പ്രഷർ ഇൻസൈഡ് ദ ലങ്. സോ ഞാനിത് ലങ്സ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ട്രയാങ്കിൾ വരച്ച ലങ്സ് ആയി. പ്രഷർ ഇൻസൈഡ് ദ ലങ്സ്, ഇവിടെയുള്ള പ്രഷറും ഈസ് 1 അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെയും 1 അറ്റ്മോസ്ഫിയർ, ഇവിടെയും 1 അറ്റ്മോസ്ഫിയർ. സോ 1 അറ്റ്മോസ്ഫിയർ ഓർ അതിന് നമുക്ക് 760 millimeters ഓഫ് മെർക്കുറി, അതാണ് ആ പ്രഷർ. സോ ദർ ഇസ് നോ ഡിഫറൻസ്, പ്രഷർ ഡിഫറൻസ് ഇല്ല.
ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കണം. സോ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എയറിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ബോയിൽസ് ലോ എന്താ പറയാ? ബോയിൽസ് ലോ പറയുന്നത് വെൻ വോളിയം ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് അല്ലെ. ബോയിൽസ് ലോ അങ്ങനെയാണ് പറയാ. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. സോ നമുക്കറിയാം ലങ്സ് ഇരിക്കുന്ന തൊറാസിക് ക്യാവിറ്റിയിലാണ്. ഈ തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ തൊറാസിക് ക്യാവിറ്റി അവിടെ രണ്ട് മസിലുകളുണ്ട്. ഈ രണ്ട് മസിലുകൾ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം നമുക്ക് വർദ്ധിപ്പിക്കാം. സോ ഫസ്റ്റ് മസിൽ, ആദ്യത്തെ മസിലിന്റെ പേര് ഡയഫ്രം എന്നാണ്. ഡയഫ്രം. സോ ഡയഫ്രം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മസിൽസ്, ഏറ്റവും പ്രധാനപ്പെട്ട മസിൽസ് ഓഫ് റെസ്പിറേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയഫ്രം ആണ്. ദ ഇൻസ്പിറേറ്ററി മസിൽസ് ഫോർ റെസ്പിറേഷൻ ഈസ് ഡയഫ്രം. സോ ഡയഫ്രം കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയഫ്രം ദ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഡയഫ്രത്തിന്റെ ഡോം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. ഈ ഡോം ഇത് കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോം ഇങ്ങനെ താഴത്തേക്ക് വരും. സോ ഫ്ലാറ്റൻ ആവും. സോ ഡോം ഓഫ് ദ ഡയഫ്രം വിൽ ഫ്ലാറ്റ് കൺട്രാക്ട് ചെയ്യും. സോ അപ്പൊ എന്ത് പറ്റും? തൊറാസിക് ക്യാവിറ്റിയുടെ വലിപ്പം കൂടും, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയാമീറ്റർ ഓഫ് തൊറാസിക് ക്യാവിറ്റി വിൽ ഇൻക്രീസ്. സോ സാധാരണ ഒരു നോർമൽ റെസ്പിറേഷൻ, നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വെറുതെ സാധാരണ നമ്മൾ റെസ്പിർ ചെയ്യുമ്പോൾ ദിസ് ഡയഫ്രം വിൽ കം ഡൗൺ ടു 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ താഴത്തേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രഷർ ഡിഫറൻസ് ഓഫ് 1 millimeter to 3 millimeter ഓഫ് മെർക്കുറി. 1 to 3 millimeter ഓഫ് മെർക്കുറി പ്രഷർ എവിടെ കുറയും? തൊറാസിക് ക്യാവിറ്റിയിലകത്ത് കുറയും. തൊറാസിക് ക്യാവിറ്റിയിൽ കുറയുമ്പോഴത്തേക്കും ലങ്സ് അവിടെയാണ് ഇരിക്കുന്ന, ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ക്രിയേറ്റ് ഡിക്രീസ്ഡ് അല്ലെങ്കിൽ പ്രഷർ ഡ്രോപ്പ് ഇൻസൈഡ് ദ ലങ്. സോ ദിസ് ഡയഫ്രം കോൺസ്റ്റിറ്റ്യൂട്ട് ടു അബൌട്ട് 75% ഓഫ് പ്രോസസ് ഓഫ് നോർമൽ ഇൻഹലേഷൻ. ഡയഫ്രം ആണ് 75% ഇൻഹലേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട മസിൽ. സോ ഡയഫ്രം ആണ് നമ്പർ 1. ഡയഫ്രത്തിന്റെ കൺട്രാക്ഷൻ ആണ്. രണ്ടാമത്തെ മസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് വെച്ചാൽ എന്താ? ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ റിബ് ആണെങ്കിൽ ഈ റിബുകൾ തമ്മിലുള്ള മുകളിലുള്ള മസിലാണ് ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയാം. ഉള്ളിലുണ്ട്, അത് നമ്മൾ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ എന്നാണ് വിളിക്കുക. ഇന്റേണൽ അത് നമ്മൾ പിന്നീട് പറയും. നമുക്കിപ്പോ തൽക്കാലം വേണ്ടത് എക്സ്റ്റേണൽ, പുറത്തുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. സോ ഈ മസിൽ ചുരുങ്ങി കഴിഞ്ഞാൽ ഈ റിബ് മുകളിലേക്ക് പോകും. റിബ്സ് മുകളിലേക്ക് ഉയരും. റിബ്സ് വിൽ ഇലവേറ്റ് എന്നാണ് പറയുന്നത്. സോ ദിസ് കോസസ് റിബ്സ് ടു ഇലവേറ്റ്. റിബ്സ് മുകളിലേക്ക് പൊങ്ങും. സോ ഇതും എന്ത് ചെയ്യും? തൊറാസിക് ക്യാവിറ്റിയുടെ സ്പേസ് കൂട്ടും. സോ ആന്റീരിയോ പോസ്റ്റീരിയർ, മുന്നോട്ടും പിന്നോട്ടും, ആൻഡ് ലാറ്ററൽ, മൊത്തത്തിലുള്ള ഡയമീറ്റർ തൊറാസ് ഇതിങ്ങനെയാണ് ഇരിക്കുന്നതല്ല. സോ ഇതിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള സ്ഥലം കൂടും, സ്പേസ് കൂടും. സോ അഗെയിൻ ഇറ്റ് കോസസ് ഡിക്രീസ് ഓർ ഡ്രോപ്പ് ഇൻ പ്രഷർ. സോ ലങ്സിനകത്ത് പ്രഷർ കുറയും. സോ ദിസ് അക്കൗണ്ട്സ് ഫോർ 25%. 25% എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും 75% ഡയഫ്രം ആണ് ദ മസിൽസ് റെസ്പിറേഷന് സഹായിക്കുന്ന മസിൽ. സോ ഇൻ എ നോർമൽ ക്വയറ്റ് റെസ്പിറേഷൻ രണ്ട് മസിൽസ്, ദ ഡയഫ്രം ആൻഡ് ദ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വിൽ കൺട്രാക്ട് ആൻഡ് ദിസ് കോസസ് ഇൻക്രീസ് ഇൻ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും, ആൻഡ് ദിസ് ഇൻക്രീസസ് ദ ലങ് വോളിയം കൂടും, ആൻഡ് ദിസ് ഡിക്രീസസ് ദ പ്രഷർ ഇൻസൈഡ് ലങ്സ്. ലങ്സിനകത്തെ പ്രഷർ കുറയും. സോ നേരത്തെ എത്രയായിരുന്നു? 760 ആയിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ 758 ആയി കുറവ്. അപ്പോൾ ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ്. ഇപ്പൊ ഒരു പ്രഷർ ഡിഫറൻസ് വന്നു. അറ്റ്മോസ്ഫിയറിൽ കൂടുതലും ഇവിടെ കുറവാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? എയർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ആൻഡ് ദിസ് ഇൻഹലേഷൻ ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്. സോ ഇതൊരു ആക്റ്റീവ് പ്രോസസ് ആണ്. സോ ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ഇൻഹലേഷൻ ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് വേർ ഇറ്റ് ഇൻവോൾവ്സ് കൺട്രാക്ഷൻ ഓഫ് 2 muscles. One is diaphragm which accounts for 75% and second is external intercostal muscles which account for 25%. ഇനി നമ്മൾ ഒരു സ്ട്രെനസ് ആയിട്ടൊന്ന് ശ്വസിക്കുകയാണെന്ന് കരുതുക. ശ്വസിക്കുന്നു, സാധാരണ ശ്വസിക്കുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞത്. കുറച്ചും കൂടി ബലം പിടിച്ചൊന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ഡയഫ്രം 1 സെന്റിമീറ്റർ ഡിസെൻഡ് ചെയ്യുന്നതിന് പകരം ഇറ്റ് ക്യാൻ ഡിസെൻഡ് മോർ, താഴത്തേക്ക് വീണ്ടും വരാം. എത്ര വരാമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഡിസെൻഡ് അപ് ടു 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ വരെ ഡയഫ്രത്തിന്റെ ഡോം താഴത്തേക്ക് വരും. അത് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ പ്രഷർ ഡിഫറൻസ് ഓഫ് 100 millimeter ഓഫ് മെർക്കുറി വരെയുള്ള പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി there are some other muscles are also there. ഒന്ന് സ്റ്റെർണോക്ലിയോ മാസ്റ്റോയിഡ് മസിൽ. സ്റ്റെർണോക്ലിയോ മാസ്റ്റോയിഡ് ആണ്. സോ ഇത് സ്റ്റേണം നമുക്കറിയാം നെഞ്ചാങ്കൂട്ടിന്റെ ഇവിടെയുള്ള മസിലാണ്. ഇവിടെ റിബ്സ് ഇങ്ങനെ വരുന്നു. ഈ സ്റ്റേണത്തെ ഇലവേറ്റ്. സോ അതും ഒരു അഡീഷണൽ സ്പേസ് ഉണ്ടാവും. രണ്ടാമത്തെ മസിൽ എന്ന് പറയുന്നത് സ്കെയിലിൻ മസിലാണ്. സ്കെയിലിൻ മസിൽസ് ചുരുങ്ങി കഴിഞ്ഞാൽ, സ്കെയിലിൻ മസിൽസ് എന്ന് വെച്ചാൽ ഇവിടെ ഈ കഴുത്തിന്റെ ഇവിടെയുള്ള ക്ലാവിക്കിളൊക്കെ ആയിട്ട് ബന്ധമുള്ള. സോ ഇത് ഉയർന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെയും രണ്ടാമത്തെയും റിബ് ഉയരും. ഫസ്റ്റും രണ്ടാമത്തെയുമായിട്ടുള്ള റിബ് ഉയരുകയും അപ്പൊ വീണ്ടും അവിടെ സ്പേസ് കൂടുകയും. സോ ഇങ്ങനെ ബലം പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് തൊറാസിക് ക്യാവിറ്റിയുടെ സ്പേസ് കൂട്ടാം. സോ ദീസ് മസിൽസ്, ഈ രണ്ട് മസിൽസ് ഞാനിപ്പോ പറഞ്ഞത്, ഇത് നോർമൽ ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ. ഇത് അഡീഷണൽ ഡയഫ്രം
ക്വാഡ്രത്തിനും ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റെർണോക്ലിയോമാസ്റ്റോയിഡ് ആൻഡ് സ്കെയിലിൻ മസിൽ. സോ ഇത് രണ്ടും നമ്മൾ സ്ട്രെനസ് ആയിട്ട് പിടിക്കുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്ന മസിൽ. സോ ദീസ് ആർ ദ 4 muscles involved in inspiration. Out of this, diaphragm is the most important one, then external intercostal muscle, then for strenuous serious ആയിട്ട് ബലം പിടിക്കുകയാണെങ്കിൽ these are the other muscles. അപ്പോൾ ഇൻഹലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സൈൽ ചെയ്യണം, അല്ലെങ്കിൽ ബ്രീത്തിങ് ഔട്ട്. സോ എക്സലേഷനെ കുറിച്ചിട്ടാണ്. എക്സലേഷൻ ഞാൻ ആദ്യമേ പറയാം, ഇറ്റ്സ് എ പാസീവ് പ്രോസസ് ആണ്. പാസീവ് പ്രോസസ്. മറ്റേത് ആക്റ്റീവ് പ്രോസസ് ആയിരുന്നു, ഇത് പാസീവ് പ്രോസസ് ആണ്. ഇവിടെ എന്ത് ചെയ്യണം? പ്രഷർ ഗ്രേഡിയന്റ് നേരെ ഓപ്പോസിറ്റ് ആകണം. സോ ഇത് നടക്കാൻ കാരണം ബിക്കോസ് ഓഫ് ഇലാസ്റ്റിക് റീകോയിൽ. ഇലാസ്റ്റിക് റീകോയിൽ ഓഫ് മസിൽസ്. ഏത് മസിൽസ് ആണ്? നമുക്കറിയാം, വൺ ഈസ് ഡയഫ്രം ആൻഡ് സെക്കൻഡ് ഈസ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. സോ നേരത്തെ ചുരുങ്ങിയ 2 മസിലും തിരിച്ച് വീണ്ടും പഴയപടിയാവുന്നു. അതിനാണ് നമ്മൾ ഇലാസ്റ്റിക് റീകോയിൽ ഓഫ് മസിൽസ് എന്ന് പറയാം. ഡയഫ്രവും പഴയപടിയാകും, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും പഴയപടിയാവും. സോ ആ പ്രഷർ ഡിഫറൻസ് കുറയുന്നു. പ്രഷർ ഡിഫറൻസ് കുറയുമ്പോൾ തൊറാസിക് കാവിറ്റിയിലെ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ കയറി എയർ മൊത്തം പുറത്തേക്ക് പോകും. ആൻഡ് ചെറുതായിട്ട് ഇൻക്രീസ്ഡ് അകത്ത് പ്രഷർ കൂടുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 760 ആണ് സാധാരണ വരിക. 760 കുറച്ചും കൂടി മുകളിലേക്ക് വരികയാണെങ്കിൽ സോ എയർ ഇപ്പൊ കയറി എയർ പാസീവ് ആയിട്ട് പുറത്തേക്ക് പോകും. സോ എക്സലേഷൻ ഇസ് എ പാസീവ് പ്രോസസ്. ഇവിടെ മസിൽസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ആണ്. പക്ഷെ ഇവിടെ എന്താ നടക്കാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇലാസ്റ്റിക് റീകോയിൽ. ഇനി ഇവിടെ നമുക്ക് ചില അഡീഷണൽ ചില മസിൽസ് കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യമാകും. ഈ മസിലെ പ്രധാനപ്പെട്ടത് വൺ ഈസ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ആണ്. ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. ഇന്റർകോസ്റ്റൽ എന്ന് വെച്ചാൽ റിബ്സിനിടയിലുള്ള മസിലാണ്. മസിൽസ് ബിറ്റ്വീൻ ദ റിബ്സ് ആണെന്ന് പറഞ്ഞു. അത് ചുരുങ്ങി കഴിയുമ്പോൾ റിബ്സ് താഴത്തേക്ക് വരും. സോ നേരത്തെ നമ്മൾ പറഞ്ഞത് പുറത്തുള്ളതാണ്. ഇപ്പൊ അകത്ത് ഒരു മസിൽ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇന്റേണൽ. ഇത് ചുരുങ്ങി കഴിയുമ്പോൾ നേരത്തെ ഇത് എലിവേറ്റ് ആണ് ചെയ്യുന്നത്, ഇപ്പൊ അങ്ങനെയല്ല, താഴത്തേക്ക് വരും. ദെൻ ഡയഫ്രം ഇപ്പോ നേരെ തിരിച്ച് ഡോം ഷേപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ രണ്ടും കൂടി സംഭവിക്കുമ്പോൾ ഫോഴ്സ്ഫുൾ എക്സലേഷൻ. സോ ഫോഴ്സ്ഫുൾ എക്സലേഷൻ, ഇഫ് യു വാണ്ട് ടു എക്സേൽ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ വൺ മസിൽ ഈസ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. ഇനി രണ്ടാമത്തെ മസിൽ എന്ന് വെച്ചാൽ റെക്ടസ് അബ്ഡോമിനസ് മസിലാണ്. റെക്ടസ് അബ്ഡോമിനിസ് മസിലാണ്. റെക്ടസ് അബ്ഡോമിനിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരാളെങ്ങനെ വരയ്ക്കുകയാണ്, കൈ ഇല്ല ഇപ്പൊ ഇവിടെ. ഓക്കെ, ഇവിടെയാണ് തൊറാസിക്. ഇവിടെ ഒരു മസിൽ ഉണ്ട് നമ്മുടെ വയറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മുടെ ഷാരൂഖ് ഖാന്റെ ഒക്കെ 6 പാക്ക്. ആ മസിൽ റെക്ടസ് അബ്ഡോമിനസ് മസിൽ ചുരുങ്ങി കഴിയുമ്പോഴത്തേക്കും അപ്പോഴും എന്ത് പറ്റും? റിബ്സ് താഴേക്ക് വരും. അപ്പൊ ഫോഴ്സ്ഫുൾ എക്സലേഷന് സഹായം. സോ 2 muscles, one is internal intercostal muscle and second is rectus abdominis muscles. സോ പ്രധാനമായിട്ടും ഇലാസ്റ്റിക് റീകോയിൽ ആണ്. ദെൻ രണ്ടാമത്തെ കാര്യം അഡീഷണൽ മസിൽസ്. ഇനി നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ പൾമോണറി വെന്റിലേഷൻ. സോ പൾമോണറി വെന്റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പ്രോസസ് പറഞ്ഞു, ഇൻഹലേഷൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രോസസ് പറഞ്ഞു, എക്സലേഷൻ പറഞ്ഞു. പിന്നെ അതിനെ സ്വാധീനിക്കുന്ന, പൾമോണറി വെന്റിലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട്. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് കംപ്ലയൻസ് ഓഫ് ലങ്. കംപ്ലയൻസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്താണ് കംപ്ലയൻസ് എന്ന് ഇവിടെ പറയാം. സോ കംപ്ലയൻസ് മീൻസ് എത്ര വികസിക്കാൻ പറ്റും എന്നുള്ളതാണ്. ലങ്സിന് എത്ര വികസിക്കാൻ പറ്റും, ഓർ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസബിലിറ്റി ഓഫ് ലങ്. ഡിസ്റ്റൻഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയാ കംപ്ലയൻസ് ഓഫ് ലങ്. ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതാണ് കംപ്ലയൻസ്. സോ നോർമൽ ലങ് ആണെങ്കിൽ, അസുഖമൊന്നും ഇല്ലാത്ത ലങ് ആണെങ്കിൽ അതിന് നന്നായിട്ട് വികസിക്കാൻ പറ്റും, ഹൈ കംപ്ലയൻസ് ആണ്. പക്ഷേ ഇൻ കേസ് ഒരു പൾമോണറി എഡീമ ഉള്ള ആള്, ഇന്റർകോസ്റ്റൽ മസിൽ പാരാലിസിസ് ഉള്ള ആൾക്കാര്, ഫൈബ്രോസിസ് ഓഫ് ലങ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കംപ്ലയൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പ്രോസസ് പൾമോണറി വെന്റിലേഷൻ ശരിയായിട്ട് സാധ്യമാവില്ല. ഇനി രണ്ടാമത്തെ ഫാക്ടർ ഇത് നമ്മൾ ഇൻഹലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എക്സലേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലങ്സ് പഴയ രീതിയിലാകണം, വികസിച്ച ലങ്സ് വീണ്ടും ചുരുങ്ങണം. അതിന് നമുക്ക് വേണ്ടത് ഇലാസ്റ്റിസിറ്റിയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലങ്സ്. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലങ്സ് ഈസ് മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു കം ബാക്ക് ടു നോർമൽ സ്മോളർ സർഫസ്. എല്ലാത്തിനും ഇങ്ങനെ വികസിച്ചിരിക്കാൻ താല്പര്യമില്ല, എല്ലാത്തിനും പഴയ രീതിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ബിക്കോസ് ഓഫ് ദ സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലങ്സ് പ്രധാനമായിട്ടും കാരണമാവുന്നത്. സോ സർഫസ് ടെൻഷൻ അവിടെ കുറയ്ക്കുന്നത് ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ദ സർഫാക്ടന്റ് ആണ്. പൾമോണറി സർഫാക്ടന്റ് ഇൻ ദ ലങ്സ് ആണ് ഈ സർഫസ് ടെൻഷൻ കുറയ്ക്കുക. 2/3 ഓഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലങ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് സർഫസ് ടെൻഷൻ. ഇനി മറ്റൊരു കാരണം, മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കണ്ടക്ടിങ് സോണിൽ. ഇപ്പൊ കണ്ടക്ടിങ് സോണിൽ എയർവേ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എയർവേ റെസിസ്റ്റൻസ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത്
വികസിക്കാനും എയർ എത്താനായിട്ട് ബുദ്ധിമുട്ടും. സോ ഇൻ കേസ് ഓഫ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്, സോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ഇത് കുറവായിരിക്കും, എയർ എത്താനുള്ള ചാൻസ് കുറവായി. ഇനി നമുക്ക് മോഡിഫൈഡ് റെസ്പിറേഷൻ കൂടി പറയണം ഇവിടെ, പക്ഷെ അത് ഞാൻ ലാസ്റ്റ് പറയാം. സോ പരീക്ഷയ്ക്ക് ഇത്രയും മതി. സോ 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 5 മാർക്കിനുള്ള കാര്യം കഴിഞ്ഞു, പൾമോണറി വെന്റിലേഷൻ. അപ്പൊ ഇനി അടുത്ത 5 മാർക്കിന് നമുക്ക് പറയാനുള്ളത് ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. സോ 2 എക്സ്ചേഞ്ചിന്റെ നമ്മൾ പറഞ്ഞു, ഇന്റേണൽ റെസ്പിറേഷൻ, എക്സ്റ്റേണൽ റെസ്പിറേഷൻ. സോ ആദ്യം എനിക്ക് പറയാനുള്ളത് ഗ്യാസ് എക്സ്ചേഞ്ച് ഈസ് ബിക്കോസ് ഓഫ് പ്രോസസ് കോൾഡ് ആസ് പാസീവ് ഡിഫ്യൂഷൻ. പാസീവ് ഡിഫ്യൂഷൻ മൂലമാണ് ഗ്യാസ്. പാസീവ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഹയർ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് എന്ത് പോകുന്നതും ഡിഫ്യൂഷൻ ആണ്. നമ്മളിവിടെ ഗ്യാസിനെ പറ്റിയാണ് പറയുന്നത്. സോ റെസ്പിറേറ്ററി മെമ്പറൈൻ ആണ്, അല്ലെങ്കിൽ ബ്ലഡ് ആണ്, സെൽ മെമ്പറൈൻ ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നിന്ന് ഓക്സിജനോ ഓർ വാട്ട് എവർ മേ ബി കുറഞ്ഞ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്ക് കടക്കുന്നതിനാണ് പാസീവ് ഡിഫ്യൂഷൻ. സോ ഗ്യാസ് എക്സ്ചേഞ്ച് ഈസ് ബേസിക്കലി ബൈ പാസീവ് പ്രോസസ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയറിനകത്ത് ഇറ്റ്സ് എ ഗ്യാസ് മിക്സർ ആണെന്ന് നമുക്കറിയാം. ഗ്യാസ് മിക്സർ ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈ ഭാഗം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. നൈട്രജൻ 71% ഉണ്ട്, ഓക്സിജൻ 70 or 71, ഓക്സിജൻ സം അറൌണ്ട് 21% ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ കുറവാണ്, 0.04% മാത്രമേ ഉള്ളൂ. ദെൻ അതർ തിങ്സ്, വാട്ടർ വേപ്പർ ഉണ്ട്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം കൂടി ചേർന്നതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതാണ് നമ്മൾ വൺ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതെല്ലാത്തിന്റെയും പാർഷ്യൽ പ്രഷർ കൂടി ചേർന്നതാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് അതർ ഗ്യാസസ്, എല്ലാം ഇതൊക്കെ കൂടി ചേരുന്നതാണ് ഈ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അതാണ് 760 millimeters ഓഫ് മെർക്കുറി. സോ പാസീവ് ഡിഫ്യൂഷനെ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് പാർഷ്യൽ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ആ പ്രത്യേക ഗ്യാസ് സഞ്ചരിക്കും. സോ പാർഷ്യൽ പ്രഷർ ഓഫ് എയർ അത് 1 അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞു. അതിനകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 159 millimeter ഓഫ് മെർക്കുറി ആണ്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.3 millimeter ഓഫ് മെർക്കുറി മാത്രമാണ്, വളരെ കുറവാണ്. സോ ഇത് അറ്റ്മോസ്ഫിയറിലാണ്, ഇതും അറ്റ്മോസ്ഫിയറിലാണ്. ലങ്സിന് ഇതിനേക്കാൾ കുറവാണെങ്കിൽ ഇവിടെ നിന്ന് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വരാം. ലങ്സിൽ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. സിമ്പിൾ ആണ്. സോ കൂടുതൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇഫ് ദ റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് മോർ, ദ റേറ്റ് ഓഫ് ഫ്ലോ വിൽ ബി മോർ. അതാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അങ്ങനെയാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യം ആൽവിയോളി ഓഫ് ലങ്സിൽ എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നോക്കാം. സോ ഇത് എയറിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ലങ്സിൽ ആൽവിയോളയിൽ എത്രയാണെന്ന് നോക്കാം. ആൽവിയോളയിലെ 105 ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. 105 millimeter ഓഫ് മെർക്കുറി ആണെങ്കിൽ 104 എന്നും പറയാം. 104 to 105 ആണെന്ന് പറയാം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 40 millimeter ഓഫ് മെർക്കുറി ഉണ്ട്. എന്താണ് ഇത്രയധികം വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ലങ്സ് ആണെങ്കിൽ ലങ്സിനകത്ത് നമ്മൾ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സോ ഒരുപാട് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ഇവിടെ കൂടുതലാണ്, എയറിനെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് മോർ വാട്ടർ വേപ്പറും കൂടുതലാണ്. സോ അത് രണ്ടും കൂടുന്നതുകൊണ്ടാണ് ഇവിടെ അന്തരീക്ഷത്തിൽ 0.3 മാത്രമേ ഉള്ളെങ്കിലും ഇവിടെ 40 millimeters ഓഫ് മെർക്കുറി പാർഷ്യൽ പ്രഷർ ഉണ്ടാവാനായിട്ട് കാരണം. സോ ഇത് ആൽവിയോളയിലുള്ള അവസ്ഥ. ഇനി രണ്ടാമത്തെ, ഇത് പാർഷ്യൽ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം സോലുബിലിറ്റി കൂടി നമ്മൾ കണക്കിലെടുക്കണം. സോലുബിലിറ്റി അത്ര വലിയ ഫാക്ടർ അല്ല ഇവിടെ എങ്കിലും. സോ സോലുബിലിറ്റി, ഓക്സിജന് ബ്ലഡിൽ സോലുബിലിറ്റി കുറവാണ്, വളരെ കുറവാണ്, ഓൺലി 1.2. ബട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി എന്ന് വെച്ചാൽ 24 times മോർ ദാൻ ഓക്സിജനേക്കാൾ 24 ഇരട്ടി കൂടുതലുണ്ട്. സോ ഓക്സിജനെ നമുക്ക് എന്താ പ്രശ്നം? ഓക്സിജൻ ഇപ്പൊ ഇത് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡിനകത്തേക്ക് ഓക്സിജൻ കയറി ഇങ്ങനെ അലിയിച്ച് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാൽ നടക്കും. കാർബൺ ഡൈ ഓക്സൈഡിനെ പക്ഷെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം. കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിനകത്ത് അലിയിക്കാം, കാർബോണിക് ആസിഡോ ബൈകാർബണേറ്റോ ഒക്കെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി. സോ ഇത് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. സോ ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് അബൌട്ട് പാർഷ്യൽ പ്രഷർ ആൻഡ് സോലുബിലിറ്റി ഓഫ് ഗ്യാസ്. ഓക്കെ. സോ നൈട്രജൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അതിനെപ്പറ്റി മിണ്ടാത്തതാണ്. നൈട്രജൻ എയറിൽ കൂടുതലാണെങ്കിലും പക്ഷെ ഒട്ടും സോലുബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് നൈട്രജൻ അധികം അകത്തേക്ക് കയറാത്തത്. നൈട്രജനെ പറ്റി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ലങ്സിനകത്തേക്ക് വീണ്ടും വരാം. സോ ലങ്സിനകത്ത് 104 to 105 ഉണ്ടെന്ന് പറഞ്ഞു. അറ്റ്മോസ്ഫിയറിൽ 159 ആണ്. അത് പോട്ടെ. ഇപ്പൊ ലങ്സിൽ ആൽവിയോളയിൽ 105 ഉണ്ട്. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 104, 105 ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ബ്ലഡിൽ എത്രയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ബ്ലഡിൽ ഇവിടെ 40 millimeters ഓഫ് മെർക്കുറി മാത്രമേ ഉള്ളൂ. സോ പുറത്ത് കൂടുതലും ബ്ലഡിനകത്ത് കുറവും. സോ ഓക്സിജൻ വിൽ കം ഇൻ ടു
blood. ഓക്സിജൻ ബ്ലഡിലേക്ക് കയറും അല്ലെ, ഈസി, ബിക്കോസ് 105ഉം 40ഉം അത്ര നല്ല വ്യത്യാസമാണ്. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിയാലോ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് ഈസ് 45 ഉണ്ട്. ഇവിടെ ആൽവിയോളയിൽ എത്രയുണ്ട് നാം പറഞ്ഞത്, ആൽവിയോളയിൽ 40 ഉള്ളൂ. സോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. സോ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ കം ഔട്ട് ഓർ മൂവ് ഔട്ട് വൈൽ ഓക്സിജൻ വിൽ കം ഇൻ ഓർ ബ്ലഡിനകത്തേക്ക് എടുക്കും. സോ എയറും ലങ്സും തമ്മിൽ, ലങ്സും ബ്ലഡും തമ്മിലും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ലങ്സ്. ലങ്സിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സോ ബിക്കോസ് ഓഫ് ദിസ് പാർഷ്യൽ പ്രഷർ ഡിഫറൻസ്. ഇനി ഓക്സിജൻ ഇവിടെ കയറി, ഓക്സിജൻ കയറി ആ ബ്ലഡ് ഇങ്ങനെ ശരീരത്തിന്റെ മറ്റ് സെല്ലുകളിലേക്ക് ഇങ്ങനെ പോകുക എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് വലുതായിട്ട് വരയ്ക്കാൻ, ഇവിടെ അതാ ബ്ലഡ് ഇവിടെ എത്തി. സോ ഇവിടെ 100 ആണെന്ന് വിചാരിക്കുക. ആക്ച്വലി 100 ഇല്ല, 97 ഉണ്ടാവത്തുള്ളൂ. അതിന്റെ കാര്യം എന്താ വെച്ചാൽ പിന്നീട് പറയാം. എനിവേ ഇവിടെ 100 ആണെന്ന് വിചാരിക്കുക. വാട്ട് അബൌട്ട് ദ സെൽസ്? സെൽസിനകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എങ്ങനെയാണ്? അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്. സോ അവിടെ 40 മാത്രമേ ഉള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? 15/40, 40 മാത്രമല്ല 15/40, വളരെ കുറഞ്ഞ എമൗണ്ട് ആണ്. സോ ഇവിടെ നിന്ന് ഓക്സിജൻ ഇങ്ങോട്ടേക്ക്. സോ ഓക്സിജൻ വിൽ ബി ഡിഫ്യൂസ്ഡ് ഇൻ ദ ഇന്റർസ്റ്റിഷ്യൽ സ്പേസ്. പിന്നീട് ഇതിനകത്തേക്ക് കയറും. അപ്പൊ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ സെല്ലുകളിലേക്ക് പോകും. സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകുന്ന കാര്യം നമുക്ക് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകാൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ 45 millimeters ഓഫ് മെർക്കുറി, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 45 ആണ്. ബ്ലഡിനകത്ത് വീനസ് എൻഡ്, ഇത് ആർട്ടീരിയൽ എൻഡ് ആണ്. വീനസ് എൻഡിൽ ഇവിടെ 40 ഉള്ളൂ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഡിഫ്യൂസ് ഔട്ട് ഫ്രം ദ സെൽസ് ടു ദ ബ്ലഡ്, വൈൽ ഫ്രം ദ ബ്ലഡ് ടു ദ സെൽസ് ഓക്സിജൻ വിൽ കം. സോ ഇത് നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ ആണ്. സോ ദിസ് ഇസ് ഇന്റേണൽ റെസ്പിറേഷൻ. ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് വെച്ചാൽ 100ഉം 15/40 ആണ്, 45ഉം 40ഉം ആണ്. ഇവിടെ 40, ഇവിടെ 45. ഇത് ലങ്സിൽ നടക്കുന്ന കാര്യം. സോ ലങ്സിൽ നടക്കുന്നത് നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയും. ഇത് ഇന്റേണൽ റെസ്പിറേഷൻ. ഇനി പൾമണറി വെന്റിലേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു പൾമണറി വെന്റിലേഷൻ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്യാസ് എക്സ്ചേഞ്ച്. അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. 1 ഈസ് പാർഷ്യൽ പ്രഷർ ഡിഫറൻസ്. പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് ആണ് നമ്പർ 1. ഓക്കെ, സോ മോർ ദ പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് മോർ വിൽ ബി ദ ഡിഫ്യൂഷൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ചെല്ലുകയാണെന്ന് വെച്ചാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ചെല്ലുമ്പോൾ ഈ പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് കുറയും. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ കുറവാണ്. അപ്പൊ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ സിക്നസ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പൊ രണ്ടാമത്തത് പാർഷ്യൽ പ്രഷർ ഡിഫറൻസ് കഴിഞ്ഞാൽ രണ്ടാമത്തത് സർഫസ് ഏരിയ. കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ആൽവിയോളയിൽ 70 to 75 മീറ്റർ സ്ക്വയർ സർഫസ് ഏരിയ ഉണ്ട്. സോ മോർ ദ സർഫസ് ഏരിയ മോർ വിൽ ബി ദ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. കൂടുതൽ ഓക്സിജനകത്തേക്ക് കയറും, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. സോ ലങ്സിൽ എംഫിസീമ പോലെയുള്ള ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാവും. ദെൻ മൂന്നാമത്തത് ഡിഫ്യൂഷൻ ഡിസ്റ്റൻസ് ആണ്. ഡിഫ്യൂഷൻ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സപ്പോസ് തിങ്ക് ദാറ്റ് ആൽവിയോളയിൽ എഡീമ ഉണ്ടെന്ന്. ഇത് ആൽവിയോളയെന്ന് വിചാരിക്കുക. ആൽവിയോളയിൽ എഡീമ, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? പൾമണറി എഡീമ കണ്ടീഷൻസിൽ ദിസ് ഡിഫ്യൂഷൻ ഡിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസ്. ഡിഫ്യൂഷൻ ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും ഡിഫ്യൂഷൻ കുറയും, ശ്വാസം മുട്ടൽ കൂടുതലാകും. മൂന്നാമത്തത് വന്നത് സോലിബിൾ ആവണം അല്ലെ. സോലിബിൾ ആവണമെങ്കിൽ സോലിബിലിറ്റി ആൻഡ് മോളിക്കുലാർ വെയിറ്റ്. സോലിബിലിറ്റി ഓക്സിജൻ അത്ര വലിയ പ്രശ്നമല്ല, ബിക്കോസ് അത് നമ്മൾ പറയുമ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. എങ്കിലും സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ ഈസ് ഓൺലി 1.2, അത്രേ ഉള്ളൂ സോലിബിലിറ്റി. സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 24 ടൈം മോർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജനേക്കാൾ 24 ഇരട്ടി കൂടുതലാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ സോലിബിൾ ഇൻ ബ്ലഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ വേണമെങ്കിൽ കിടക്കാനായിട്ട്. ഇപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് ഇവിടെ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുക ഹൈപ്പർ കാപ്നിയ എന്നാണ്. ഹൈപ്പർ കാപ്നിയ ഉണ്ടാകുമ്പോൾ വേറെ പ്രശ്നം ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ ഹൈപ്പോക്സിയ ഉണ്ടാവും, ഓക്സിജൻ കുറവും ഉണ്ടാവും. സോ ഓക്സിജൻ ബ്ലഡിൽ കുറവാകുമ്പോൾ കൂടുതൽ ഓക്സിജൻ അകത്തേക്ക് കയറുകയും കൂടുതൽ ഓക്സിജൻ ബ്ലഡിനകത്തേക്ക് കയറാനുള്ള ചാൻസ് വർദ്ധിപ്പിക്കുകയും. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിസിയോളജിയിൽ നമുക്ക് പറയേണ്ടത്. ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് പറയേണ്ടത് ട്രാൻസ്പോർട്ട്, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, അത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാം. അതിനു മുമ്പ് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല നേരത്തെ, മോഡിഫൈഡ് റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് നമുക്ക് പൾമണറി വെന്റിലേഷന് പറയാനുള്ളതായിരുന്നു. ഞാൻ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതും പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതാണ്. സോ നോർമൽ പാറ്റേൺ ഓഫ് റെസ്പിറേഷൻ നമ്മൾ യുപ്നിയ എന്നാണ് വിളിക്കുക. യുപ്നിയ മീൻസ് നോർമൽ, നമ്മൾ സാധാരണ ശ്വസിക്കുന്നത്. ദെൻ ഷാലോ ചെസ്റ്റ് ബ്രീത്തിങ്, അതിന് നമ്മൾ കോസ്റ്റൽ ബ്രീത്തിങ് എന്നാണ്. കോസ്റ്റൽ ബ്രീത്തിങ് ആണ് ഷാലോ ചെസ്റ്റ് ബ്രീത്ത്. ദെൻ ഡീപ് അബ്ഡോമിനൽ ബ്രീതിങ് ഉണ്ട്, അതിനെ നമുക്ക് ഡയഫ്രമാറ്റിക്, ഡയഫ്രം വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക, ഊർദ്ദം വലിക്കുക എന്നൊക്കെ പറയാം. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഉണ്ട്. ദെൻ സാധാരണ നമ്മൾ ചുമക്കുക, കഫിങ്, തുമ്മൽ, സ്നീസിങ്, സൈയിങ് ആൻഡ് യാണിങ്, കോട്ടുവായിട്ടല്ല. ദെൻ കരയൽ, ക്രൈയിങ് ഓർ സോബിങ്. ദെൻ ചിരിക്കുക, ഓക്കെ, ലാഫിങ്, ഹിക്കഫ്,
ഇക്കിൾ. സോ ഇതെല്ലാം ദീസ് ആർ മോഡിഫൈഡ് റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് ആണ്. വേറൊരു കാര്യം, ഒരു പ്രൊസീജിയർ കൂടി ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുക വൽസാലുവ പ്രൊസീജിയർ ഓർ മാനോവർ എന്നാണ് വിളിക്കുക. ഒരു കൊച്ചിന് ശ്വാസം മുട്ട് വന്നതായിരിക്കും, പെട്ടെന്ന് ശ്വാസം പിടിക്കാതെ എങ്കിൽ ഡോക്ടർ പീഡിയാട്രീഷ്യൻ എന്ത് ചെയ്യുക, അയാളുടെ റെക്ടം, ആ കുട്ടിയുടെ റക്തത്തിൽ പിടിച്ച് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കും. റക്തത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും റെസ്പിറേറ്ററി മൂവ്മെന്റ് കൂടുകയാണ്. റെസ്പിറേറ്ററി സ്റ്റിമുലം ബൈ സ്റ്റിമുലേറ്റിംഗ് ദ റക്ടം. കുട്ടികളിലാണ് സാധാരണ ചെയ്യുക. സോ അതിനെ നമ്മൾ വൽസൽവ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിയോളജി ഓഫ് റെസ്പിറേഷനിൽ മൊത്തം നമുക്ക് പറയാനുള്ളത്. സോ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പൾമണറി വെന്റിലേഷൻ ഉണ്ട്, അതിൽ തന്നെ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഉണ്ട്, അതിൽ മസിൽസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് പറയുക. 2 പിന്നെ ഫാക്ടേഴ്സ് പറയണം. ഇതിനകത്ത് നമുക്ക് പറയേണ്ടത് ഗ്യാസ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയേണ്ടത്. സോ പാർഷ്യൽ പ്രഷർ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. ഇന്റേണൽ റെസ്പിറേഷൻ എഴുതണം, എക്സ്റ്റേണൽ റെസ്പിറേഷൻ. സോ ഇത്രയായി കഴിഞ്ഞാൽ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.